ഹലോ, ഇന്ന് നമ്മൾ വീണ്ടും പുതിയൊരു വീഡിയോയിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സാരി കാണിക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പൊ സാരി കാണിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പ്ലെയിൻ മെറ്റീരിയൽസ് സെയിൽ ചെയ്യുന്നുണ്ടെന്ന്. എംബ്രോയിഡറി വർക്ക് ചെയ്യാനായിട്ടാണെങ്കിലും പെയിന്റിംഗ് ആണെങ്കിലും അതുപോലെ നിങ്ങൾക്ക് പ്ലെയിൻ സാരീസ് അങ്ങനെ തന്നെ യൂസ് ചെയ്യാനായിട്ടാണെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളത് പോലത്തെ പ്ലെയിൻ മെറ്റീരിയൽസ്, നെറ്റ്കോട്ട മെറ്റീരിയൽ ആണെങ്കിലും അതുപോലെ സിൽക്കി കോട്ടൺ മെറ്റീരിയൽ ആണെങ്കിലും ഓർഗൻജി മെറ്റീരിയൽ ആണെങ്കിലും ഓർഗൻസ് ഒക്കെ ആണെങ്കിലും നമ്മൾ സെല് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഉള്ള സ്റ്റോക്സിന്റെ ഒക്കെ ഫോട്ടോസ് ഞാൻ നേരത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഉള്ള കളേഴ്സ് ഏതൊക്കെയാണെന്ന് പറയാം. അതുപോലെ നിങ്ങൾക്ക് വേണ്ട പ്രിഫറൻസുകൾ നിങ്ങൾ പറയുവാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ മെറ്റീരിയൽ എടുത്ത് വെച്ച് തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇനി വർക്ക് ചെയ്ത സാരി കാണാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പൊ നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഈ ഒരു വൈറ്റ് കളറിലെ ചെക്കോട്ട സാരിയാണ്. നമ്മൾ നോർമലി എല്ലാ സാരീസിലും ചെയ്യുന്നത് പോലെ എൻഡ് സ്കാലപ്പ് ചെയ്ത് ലോക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഈ ഒരു സാരിയിലെ ഡിസൈൻ നമ്മൾ നോർമലി ഒത്തിരി സാരീസിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഡിസൈൻ ആയിരുന്നു. അതിനകത്ത് നമ്മൾ തിക്കായിട്ടൊരു ലോങ് ബഞ്ച് ചെയ്തിരുന്ന ഫ്ലവേഴ്സിനെ കസ്റ്റമറുടെ ആവശ്യപ്രകാരം നമ്മൾ ഗ്യാപ്പ് ഇട്ട് അതിനകത്ത് ഓരോ ഫ്ലവേഴ്സിനെയും കുറേശ്ശെ ഗ്യാപ്പ് ഇട്ട് ഇച്ചിരി നീളത്തിൽ ചെയ്തിരിക്കുന്ന പോലെ, അതായത് സ്പ്രെഡ് ചെയ്ത് ആ ഫ്ലവേഴ്സ് കിടക്കുന്ന പോലെ കസ്റ്റമറുടെ ചോയ്സ് പ്രകാരം ചെയ്തിരിക്കുന്ന ഒരു സാരിയാണിത്. നമ്മൾ ഇതിനകത്ത് വൈറ്റില് ഒരു വയലറ്റ് ഗ്രീൻ കോമ്പിനേഷനിലുള്ള ഫ്ലവർ ഡിസൈൻസ് ആണ് ചെയ്തിരിക്കുന്നത്. ഇത് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്താണ് നമ്മൾ ഈ ഒരു ഫ്ലവേഴ്സ് വരച്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഇതേ കോമ്പിനേഷനിൽ തന്നെ നമ്മൾ ഈ ഒരു ഫ്ലവേഴ്സ് ഒക്കെ ചെയ്ത സാരീസ് നമ്മൾ ഈ ചാനലിൽ കാണിച്ചിട്ടുണ്ട്. അത് കണ്ട് നമ്മുടെ കസ്റ്റമർ നമ്മളോട് ഇതുപോലെ ഒരു സജഷൻ പറഞ്ഞ് അവരുടെ സജഷൻ പ്രകാരം നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സാരിയാണ്. ഇതിനകത്ത് ഓൾമോസ്റ്റ് ഒരു 14 ഫ്ലവേഴ്സ് ഈ ഒരു ഒറ്റ ഡിസൈനിലുണ്ട്. ആ ഒരു ഫ്ലവേഴ്സിനെ നമ്മൾ ഇങ്ങനെ ഇത്ര ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ മുന്താണി പോർഷനിൽ നമുക്ക് ഈ ഒരു ലെങ്തിൽ വരുന്ന ഫ്ലവറിനെ നമ്മൾ ഇങ്ങനെ നീട്ടി ഇത് കണ്ടോ, ഇത്രയും ലെങ്തിലായിട്ടാണ് നമ്മൾ ആ ഒരു മുന്താണി പോർഷനിലെ ഫ്ലവർ ചെയ്തെടുത്തിരിക്കുന്നത്. അതായത് ഇതിന്റെ ഏകദേശം റണ്ണിങ് പോർഷൻ ഫുള്ള് കവർ ചെയ്ത് വരുന്ന പോലെ തന്നെ ഈ ഒരു ഡിസൈൻ ഫുൾ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇത് മൂവ് ചെയ്ത് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലോട് വരുമ്പോൾ ഇത്രയും മാത്രമേ ഒരു ഗ്യാപ്പ് വരുന്നുള്ളൂ ചെസ്റ്റ് പോർഷനും റണ്ണിങ് പോർഷനും തമ്മിലുള്ള ഡിസൈൻസിൽ. അത് കഴിഞ്ഞ് ഇതിന്റെ റണ്ണിങ് പോർഷനിലെ ഡിസൈൻസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. റണ്ണിങ് പോർഷനിൽ അരയ്ക്കുമ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ രണ്ട് ഡിസൈനിലാണ് നമ്മൾ നോർമലി ചെസ്റ്റ് പോർഷനിൽ നമ്മൾ രണ്ട് ഡിസൈൻസ് നമ്മൾ ചെയ്യാറില്ല. ആ ചെസ്റ്റ് പോർഷനിലെ ഡിസൈൻ ഇവിടെ തുടങ്ങിയിട്ട് ഫസ്റ്റ് ഡിസൈൻ വരും തീരുമ്പം തന്നെ ഇത്രയും ഏരിയ എടുക്കും. അതിനുശേഷം നമ്മൾ ഇതിന്റെ സെക്കൻഡ് ഡിസൈനും ഇങ്ങനെ തന്നെ ഇതേ പാറ്റേണിൽ തന്നെ നമ്മൾ കൊടുത്തിരിക്കുക. ഇതിന്റെ സെക്കൻഡ് ഡിസൈനും ഇത് കണ്ടോ, ഇത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഏകദേശം ഈ സാരിയുടെ നമ്മൾ ഉടുത്ത് വരുന്ന ഭാഗങ്ങളിലുള്ള ഫുൾ ബോർഡറിൽ കൂടെ ഈ ഒരു ഗ്യാപ്പിൽ ഈ ഒരു ഫ്ലവർ ചെയ്തിരിക്കുന്ന പോലെ ഈ ഒരു ഡിസൈൻ പോയിരിക്കുന്നത്. നമ്മൾ ആ രണ്ട് ഡിസൈനെ ഇത്രയും ഗ്യാപ്പിലായിട്ടാണ് നമ്മൾ അതുകൊണ്ട് ഒരു സിംഗിൾ ഡിസൈൻ വരേണ്ട ഗ്യാപ്പിൽ ഇത്രയും ഭാഗത്തായിട്ടാണ് നമ്മൾ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്രയും ഭാഗം കവർ ചെയ്തിട്ടുണ്ട് ഈ ഒരു സാരിയുടെ. ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലോട്ട് വരുമ്പോഴും സെയിം രീതിയിൽ തന്നെ നമ്മൾ ഈ ഒരു ഇങ്ങനെ ആ ഗ്യാപ്പ് ഇട്ട് തന്നെ ഈ ഫ്ലവർ ഡിസൈൻ ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് ലെഗ് പോർഷനിലും അതുപോലെ എപ്പോഴും നമ്മൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ വന്ന് ആ ഫ്ലീറ്റ്സിനകത്തോട്ട് കയറി ഡിസൈൻ വരുന്നത് പോലെ നിറച്ച് ഈ ഒരു ഡിസൈൻ വരും. ഈ സാരി ഉടുത്ത് വരുമ്പോഴത്തേനും ഏകദേശം ഫുൾ ബോർഡറിൽ കൂടെ ഈ ഒരു ഫ്ലവർ ഡിസൈൻ ഉള്ളതുപോലെ തന്നെ ഈ സാരിയെ വരുന്നത് ഉടുത്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഇങ്ങനെ നമ്മൾ കസ്റ്റമറുടെ ചോയ്സ് അനുസരിച്ച് അവരുടെ ഒരു സജഷൻ അനുസരിച്ച് വർക്ക് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സാരി ഇത്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഇതേ കളർ കോമ്പിനേഷനിൽ വൈറ്റ് വയലറ്റ് കോമ്പിനേഷനിൽ ഫുൾ ബോർഡർ വരുന്ന പോലത്തെ സാരി ഈ ഒരു ഡിസൈനിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അന്നേരം നമ്മൾ ചെയ്തത് ഈ ഒരു ഡിസൈനെ നമ്മൾ ആ ഒരു ബഞ്ചായിട്ട് തന്നെ ബോർഡറിൽ കൂടെ കൊടുക്കുമായിരുന്നു. അതിന് പകരം കുറച്ചുകൂടെ ബഡ്ജറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി, അതായത് ബഞ്ചായിട്ട് നമ്മൾ ഇത്രയും ബോർഡറിൽ കൂടെ കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന അത്രയും കോസ്റ്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കസ്റ്റമർ തന്നെ സജസ്റ്റ് ചെയ്ത് കുഞ്ഞി ഫ്ലവേഴ്സ് ആയിട്ട് നമ്മൾ അതിന്റെ ബോർഡറിൽ കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അങ്ങനെ ചെയ്തെടുത്തിരിക്കുന്ന ഒരു സാരി ഇത്. വളരെ സിമ്പിൾ ലുക്കും ആയിരിക്കും. അതുപോലെ തന്നെ അത്യാവശ്യം നിറഞ്ഞ് ഫ്ലവേഴ്സും ഉള്ള പോലത്തെ ഒരു സാരിയാണിത്. വൈറ്റിൽ ഈ ഒരു വയലറ്റ് കോമ്പിനേഷൻ വരുമ്പോഴും അത്യാവശ്യം നല്ലൊരു എലഗന്റ് ആയിട്ടുള്ള ഒരു ലുക്ക് ആയിരിക്കും. എടുത്ത് വരുമ്പോഴാണെങ്കിലും ഒരു പ്ലെയിൻ സാരി എന്നുള്ളൊരു ഫീൽ ഒരിക്കലും വരത്തില്ല. ഫുൾ ബോർഡറിൽ കൂടെ വർക്കുള്ള സാരിയാ. അതുകൊണ്ട് തന്നെ അത്രയും റിച്ച് ആയിട്ട് തന്നെ ഉള്ളൊരു സാരി ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ്.
ഈ കാണിച്ച സാരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും എന്തെങ്കിലും സാരീസോ സൽവാർസോ കുർത്ത മെറ്റീരിയൽസോ അതുപോലെ ഫ്രോക്കോ കസ്റ്റമൈസ് ചെയ്യിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ഏതാന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഡിസൈൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഇഷ്ടമുള്ള ഡിസൈൻസ് ഏതാ, അല്ലെങ്കിൽ അതിൽ എന്താ മാറ്റങ്ങൾ വരുത്തേണ്ട, കളർ കോമ്പിനേഷൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് എങ്ങനെയാന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അതനുസരിച്ച് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഫംഗ്ഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നേരത്തെ തന്നെ ഇൻഫോം ചെയ്യണം. നമ്മളൊരു കസ്റ്റമൈസ് ചെയ്യാനായിട്ട് ഒരു വർക്ക് ആണെങ്കിൽ അതിൽ 30 days ആണ് നമ്മൾ പറയുന്നത് നമുക്കൊരു ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ഫസ്റ്റ് വരുന്ന ഓർഡർ അനുസരിച്ചാണ് വർക്ക് ചെയ്ത് വരുന്നത്. അപ്പൊ ആ ഒരു ഓർഡറിൽ പോകുമ്പോൾ നമുക്ക് 30 days ആണ് നമ്മൾ കസ്റ്റമേഴ്സിനോട് പൊതുവെ ഒരു ടൈം പറയാറ്. അപ്പൊ നിങ്ങൾ അതനുസരിച്ച് നേരത്തെ തന്നെ ഓർഡർ തരണം. അപ്പം ഇതുപോലത്തെ വർക്ക്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതുപോലത്തെ പുതിയ വീഡിയോസ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.